അങ്ങനെ ജയദ്രഥവധം അർജുനൻ പൂർത്തിയാക്കാൻ പോവുകയാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത് കർണനും ഭീമനും പല റൗണ്ട് ഏറ്റുമുട്ടിയിട്ട് അവസാനത്തെ റൗണ്ടിൽ കർണനും ഭീമനും തമ്മിൽ പോരാടാനായിട്ട് നിൽക്കുന്നതാണ്. ആ ഒരു റൗണ്ടിൽ കർണൻ തന്നെയാണ് ജയിക്കാൻ പോകുന്നത്. അപ്പോൾ ജയദ്രഥവധവും 14-ാം ദിവസം സൂര്യാസ്തമയത്തിന് മുമ്പും എന്തെല്ലാം സംഭവിച്ചു നമുക്ക് നോക്കാം. കുരുക്ഷേത്രം എന്ന ഈ സീരീസിൻ്റെ 26-ാമത്തെ എപ്പിസോഡിൽ. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലിസ്കോപ്പിലേക്ക് സ്വാഗതം. ആയുധമില്ലാത്ത നിമിഷം എനിക്ക് ആയുധമില്ല എന്ന് പറയുന്നതിന് പകരം വല്ലവന് പുല്ലും ആയുധമെന്നുള്ള രീതിക്ക് ഭീമൻ ആ ആനയെ അങ്ങ് എടുത്തുയർത്തി ഒരു നിപ്പങ്ങ് നിന്നു. ചുറ്റിനുള്ള ആളുകൾക്ക് ആ കാഴ്ച ഒരു വല്ലാത്തൊരു അത്ഭുതകരമായിട്ടുള്ള കാഴ്ചയായിട്ട് തോന്നി. കർണൻ ഒന്ന് ചിരിച്ചുകൊണ്ട് അസ്ത്രങ്ങൾ ചെയ്ത് ഭീമൻ എടുത്തുയർത്തിയേക്കുന്ന ഈ ആനയെ പല കഷ്ണങ്ങളായിട്ട് മുറിച്ചങ്ങിട്ടു. ഭീമൻ അപ്പോഴും അടങ്ങുന്നില്ല, ഭീമൻ അപ്പോഴും കീഴ്പ്പെടുന്നില്ല. ഭീമൻ ഉടനെ മുറിഞ്ഞു വീണ ആനയുടെ ഭാഗങ്ങളെടുത്ത് കർണന് നേരെ എറിഞ്ഞു. എന്നിട്ട് ഭീമൻ ചുറ്റിനും നിറഞ്ഞ് രഥചക്രം കിട്ടി, രഥചക്രം എടുത്തെറിയുന്നു. മറ്റ് ആയുധങ്ങൾ കിട്ടുന്നു, ആയുധങ്ങൾ എടുത്തെറിയുന്നു. രഥങ്ങൾ തകർന്ന് കിടക്കുന്നതിൻ്റെ ഓരോ ഭാഗങ്ങൾ എടുത്തെറിയുന്നു. എന്തൊക്കെ അവിടെ കിട്ടുന്നു അതെല്ലാം ഭീമൻ എടുത്തെറിയുന്നു. കർണൻ അതിവിദഗ്ധമായി തനിക്ക് നേരെ എറിഞ്ഞുവിടുന്ന ഓരോ സാധനങ്ങളും അസ്ത്രമീത് ഇങ്ങനെ വീഴ്ത്തി. ഈ ഒരു സമയമായപ്പോഴത്തേക്കും ഭീമൻ അണഞ്ഞു. അതായത് ഭീമൻ തളർന്നു. ഇത്രയും ചെയ്തില്ലേ. അങ്ങനെ കർണൻ മേലും കീഴും നോക്കാതെ ഭീമനെ ആക്രമിക്കുകയും ചെയ്തു. ഒടുവിൽ കർണൻ ഭീമൻ്റെ അടുത്തോട്ടെത്തി. പക്ഷേ കർണൻ ഭീമനെ വധിച്ചില്ല. അമ്മയ്ക്ക് കൊടുത്ത വാക്ക് കാരണം. ക്ഷീണിച്ച് തളർന്ന ഭീമൻ്റെ തലയിലേക്ക് കർണൻ തൻ്റെ വില്ല് കൊണ്ടിങ്ങനെ തൊട്ടു. ബോറിയിൽ വില്ല് കൊണ്ട് തൊട്ടിങ്ങനെ വെച്ചു എന്നാണ് പറയുന്നത്. മിക്കവാറും എനിക്ക് തോന്നുന്നു ഈ ഞാണ് കൊണ്ടിങ്ങനെ കുലുക്കി തല വെച്ച് തലയിൽ ഇങ്ങനെ പൊക്കി നിർത്തുകയൊക്കെ എന്താ ഇറക്കുക എന്നും പറഞ്ഞ് ഇങ്ങനെ നോക്കൂലേ. അതുപോലെ കർണൻ ആ വില്ല് കൊണ്ട് ഭീമൻ്റെ മുഖത്ത് ഇങ്ങനെ പിടിച്ചങ്ങ് നിർത്തി. എന്നിട്ട് കർണൻ്റെ ഒരു ഡയലോഗ് ഉണ്ട്, ഒരു വാക്ക് വിളിക്കുന്നുണ്ട്, ഞാൻ അതിവിടെ പറയുന്നില്ല. ആ വാക്ക് വിളിച്ചു. എന്നിട്ട് വിഡ്ഢി, എടാ തീറ്റപ്പണ്ടാരമേ എന്നൊക്കെ വിളിച്ചു. നിന്നെക്കൊണ്ടിത് കൂട്ടിയാൽ കൂടത്തില്ല. എൻ്റെ കാഴ്ചപ്പാട് ഇതാണ്, നീ ആയുധമെടുക്കാൻ യോഗ്യനായിട്ടുള്ള ആളൊന്നുമല്ല, നിനക്ക് പോരാടാനൊന്നും അറിഞ്ഞൂടാ എന്ന് വേണ്ട ഒരാളെ അപമാനിക്കാനായിട്ടൊരു പാരഗ്രാഫ് ഒരാൾ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ കുറേ കർണം ഭീമനെ അങ്ങ് പറയും. നിർത്തി അങ്ങ് അപമാനിച്ച് കളയും ഭീമനെ. അതായത് എന്താണ്, നീ കാട്ടിൽ പോകണം, നീ വനവാസത്തിന് പോകണം, നീ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെയാണ് കഴിക്കേണ്ടത്, നീ വീട്ടിൽ കിടക്കേണ്ടവനാണ്, ഭക്ഷണം വിളമ്പാൻ വരുന്നവരെ മാത്രമേ നിനക്ക് കമാൻഡ് ചെയ്യാൻ കഴിയുള്ളൂ, നിനക്ക് പോരാടാനൊന്നും നിന്നെക്കൊണ്ട് പറ്റത്തില്ല, നിന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ ഭീമനെ നിർത്തി അങ്ങ് അപമാനിച്ചു കളഞ്ഞു. ഭീമൻ ആ സമയത്ത് ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഒന്നും ചെയ്യാതെ ഇങ്ങനൊരു നിപ്പങ്ങ് നിന്ന്. എന്നിട്ട് കർണൻ പണ്ട് കാലങ്ങളിൽ, കുട്ടിക്കാലം മുതൽ ഭീമനോട് ചെയ്തിട്ടുള്ള ക്രൂരതകൾ, മിക്കവാറും ഭീമനെ വെള്ളത്തിൽ തള്ളിയിടാൻ നോക്കിയ കാര്യം തൊട്ടുള്ള കാര്യങ്ങളെല്ലാം ഭീമൻ്റെ അടുത്ത് അങ്ങ് കർണൻ അവിടെ നിന്നങ്ങ് പറഞ്ഞു. എന്നിട്ട് കർണൻ വേറൊരു പരിപാടി കാണിച്ചു. ഈ വില്ല് കൊണ്ട് വീണ്ടും ഭീമസേനയുടെ മുഖത്തോട്ട് ഇങ്ങനെ തള്ളി പൊക്കിയിട്ട് പറഞ്ഞു, വേറെ ആരെങ്കിലുമായിട്ട് പോയി പോരാട്, എൻ്റെ ടൈപ്പിലുള്ള ആളുകളുമായിട്ട് പോരാടാൻ നിൽക്കരുത്. പോരാടിയാൽ ഇതായിരിക്കും അവസ്ഥ. 2 കൃഷ്ണന്മാരുണ്ടല്ലോ, അങ്ങോട്ട് ചെല്ല്, അവർ നിന്നെ സംരക്ഷിക്കും. അല്ലെങ്കിൽ വീട്ടിൽ പോരാടാനൊന്നും നിൽക്കണ്ട, എന്തിനാ കുട്ടി പോരാടുന്നേ, നീ പോ എന്നും പറഞ്ഞ് കർണൻ ഇങ്ങനെ നിന്നു. ഭീമൻ ഇപ്പോഴും ഒന്നും മിണ്ടുന്നില്ല. കാരണം ഭീമനങ്ങൊരു വല്ലാത്ത അവസ്ഥയിലായിപ്പോയി. അപ്പോൾ ഇത് അർജുനൻ കണ്ടു. കാരണം ഭീമൻ ഇത്രയും കാണിച്ചു കൂട്ടിയിട്ടാണ് കർണൻ ഒരു സെൻറ്റൻസിൽ ഭീമനെ നിർത്തി അങ്ങ് അപമാനിച്ചതും യുദ്ധം ചെയ്യാനൂടെന്നൊക്കെ പറഞ്ഞതേ. അപ്പോൾ ഭീമൻ അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ അങ്ങ് നിന്ന് കളഞ്ഞു. ഇത് അർജുനൻ കണ്ടു, കൃഷ്ണനും കണ്ടു. അപ്പോൾ കൃഷ്ണനും അർജുനൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് കാണുന്നില്ലേ? ഉടനെ തന്നെ അർജുനൻ അങ്ങോട്ടേക്ക് പാഞ്ഞു വന്നിട്ട് ഭീമസേനൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് കർണന് നേരെ അസ്ത്രങ്ങൾ അയച്ചു. ആ അസ്ത്രങ്ങൾ കർണനെ തുളച്ചു. എന്നിട്ട് വീണ്ടും അസ്ത്രങ്ങൾ അയച്ച് കർണനെ അവിടെ നിന്ന് അർജുനൻ ഓടിച്ചു. ഭീമൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കർണനെ അർജുനൻ ഓടിച്ചു. ആ സമയത്ത് ഒരു കാര്യം കൂടെ എഴുതിയിട്ടുണ്ട്, കർണൻ്റെ വില്ല് ഭീമൻ ഒടിച്ചു വന്നു. അതിപ്പോൾ നേരത്തെ ഒടിച്ചതാണെങ്കിൽ ഇപ്പോൾ ഒടിച്ചതാണോ എന്നറിയത്തില്ല. ചിലപ്പോൾ അർജുനൻ ആക്രമിച്ച സമയത്ത് ഭീമൻ്റെ തലയിൽ ഇങ്ങനെ പിടിച്ചു വെച്ചിരുന്ന വില്ലുണ്ടല്ലോ, അത് മിക്കവാറും പുള്ളിക്കാരൻ പിടിച്ചെടുത്തങ്ങ് ഒടിച്ചു കളഞ്ഞു കാണും. കാരണം വില്ലൊടിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കർണനെ അവിടെ നിന്ന് അർജുനൻ ഓടിച്ചു. ഈ സമയത്ത് അവിടെ സാത്വികി എത്തിയതിന് ശേഷം സാത്വികിയുടെ രഥത്തിലേക്ക് ഭീമൻ ഒരു അക്ഷരം ഉരിയാടാതെ കയറി ആ രഥത്തിൽ അങ്ങിരുന്നു. സാത്വികി ഒന്നും ഭീമൻ്റെ അടുത്ത് മിണ്ടുന്നില്ല. അർജുനന് കലി അടങ്ങിയില്ല. അർജുനൻ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു അസ്ത്രം കർണനെ ലക്ഷ്യമാക്കി നയിച്ചു. ആ അസ്ത്രം കർണനെ ലക്ഷ്യമാക്കി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മറ്റൊരു ദിശയിൽ നിന്നൊരു അസ്ത്രം വന്ന് അർജുനൻ അയച്ച അസ്ത്രത്തെ മുറിച്ചെന്ന് പറഞ്ഞ് മനസ്സിലായി കാണും ആരാണെന്ന്. ആ അസ്ത്രം വന്ന ദിശയിലേക്ക് നോക്കിയപ്പോൾ അവിടെ അശ്വത്ഥാമാവിനെയാണ് കണ്ടത്. അർജുനൻ കർണനെ ആക്രമിക്കാൻ വന്നപ്പോൾ അശ്വത്ഥാമാവ് ആ അസ്ത്രത്തെ മുറിച്ചിട്ടു.
ഞാൻ പറഞ്ഞല്ലോ അശ്വത്ഥാമാവ് ഇങ്ങനെ ഓടി നടന്ന് എല്ലാവരെയും സംരക്ഷിക്കുന്ന ഒരാളാണ്. അപ്പോൾ അശ്വത്ഥാമാവ് ഇത് കാണിച്ചപ്പോഴത്തേക്കും അർജുനൻ അത് ഇഷ്ടപ്പെട്ടില്ല. അർജുനൻ ഉടനെ തന്നെ അശ്വത്ഥാമാവിനെ ആക്രമിക്കാൻ ഇറങ്ങി. പക്ഷെ അശ്വത്ഥാമാവ് അവിടെ നിന്നില്ല. പെട്ടെന്ന് തന്നെ ഈ വ്യൂഹത്തിൻ്റെ ഉള്ളിലോട്ട് അങ്ങ് കയറിപ്പോയി. എന്നിട്ട് ധനഞ്ജയൻ ദ്രൗണിയുടെ പിന്നാലെ തൻ്റെ രഥത്തിൽ പോയി ദ്രൗണിയെ ആക്രമിക്കാനായിട്ട്. ദ്രൗണിയുടെ ദേഹത്ത് അത്യാവശ്യം നല്ല രീതിക്ക് അർജുനൻ അസ്ത്രങ്ങൾ ചെയ്ത് പ്രഹരിച്ചു. എനിക്ക് തോന്നുന്നു ഭീമൻ ഈ ഒരു അവസ്ഥയിലായത് കണ്ടപ്പോഴത്തേക്കും അർജുനൻ്റെ കലി ഇരട്ടിച്ചെന്ന് തോന്നുന്നു. കാരണം അല്ലാതെ അർജുനൻ ഇങ്ങനെ ഒരാളുടെ പിന്നാലെ പോയി ഇങ്ങനെ ആക്രമിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ അധികം. അപ്പോൾ അങ്ങനെ പിറക്കെ പോയി ഇങ്ങനെ ആക്രമിക്കുന്നതിനിടയിൽ പെട്ടെന്ന് തന്നെ അശ്വത്ഥാമാവ് അവിടെ നിന്ന് മാറി. ഈ സമയത്ത് അർജുനന് കലി അടങ്ങാതെ അവിടെ ചുറ്റിനുമുള്ള സൈന്യത്തിനെ ആക്രമിക്കാൻ തുടങ്ങി. ഗജങ്ങളെ, കുതിരകളെ, ആളുകളെ എല്ലാം അർജുനൻ അസ്ത്രമേറ്റ് വീഴ്ത്തി. ഈ സമയത്ത് സാത്വികി എവിടെ എത്തിയിട്ട് കർണൻ ഭീമസേനൻ ഇത്രയും പീഡകൾ കൊടുത്തല്ലോ, അതുകൊണ്ട് തന്നെ അവിടെ എത്തിയിട്ട് സാത്വികി അങ്ങോട്ട് ആളുകളെ ആക്രമിക്കാനായിട്ട് തുടങ്ങി, പിന്തുടർന്നു പോയി. ഈ സമയത്ത് അവിടെ അലംബുഷൻ എന്നൊരു രാജാവെത്തി. നേരത്തെ അലംബുഷൻ എന്ന് പറയുന്ന രാക്ഷസനെ കടോലഗജൻ വധിച്ചായിരുന്നു. ഇവിടെ അലംബുഷൻ എന്ന് പറയുന്ന രാജാവാണ്. ഈ രാജാവും സാത്വികിയും തമ്മിലൊരു ഗംഭീര പോരാട്ടം അരങ്ങേറുന്നുണ്ട്. രണ്ടുപേര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പോലെ മുറിപ്പെടുത്തുന്നുണ്ട്. മുറിപ്പെടുത്തുന്നതിനിടയിൽ അലംബുഷൻ ചെവിയോളം വലിച്ചു പിടിച്ച് 3 അസ്ത്രങ്ങൾ അയച്ച് സാത്വികിയുടെ ചട്ട തകർത്ത് കളഞ്ഞു, പടച്ചട്ട തകർത്ത് കളഞ്ഞു. അതിന് മറുപടിയായി സാത്വികി അലംബുഷൻ്റെ സാരഥിയെയും കുതിരകളെയും വധിച്ചു. അലംബുഷൻ്റെ തലയും അങ്ങ് എടുത്തു കളഞ്ഞു. സാത്വികി അലംബുഷനെയും വധിച്ചു കളഞ്ഞു. എന്നിട്ട് സാത്വികി അർജുനൻ്റെ പിന്നാലെ പോകുന്ന എല്ലാ യോദ്ധാക്കളെയും അസ്ത്രങ്ങളെയും ഇങ്ങനെ വീഴ്ത്തിക്കൊണ്ടിരുന്നു. എന്നിട്ട് സാത്വികി ചുറ്റി നടന്നങ്ങ് ആക്രമിച്ചു എന്നാണ് പറഞ്ഞത്. അതായത് സാത്വികി മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് കണ്ണി കാണുന്ന എല്ലാ കൗരവ യോദ്ധാക്കളെയും പടയെയും അങ്ങോട്ട് തകർത്ത് വിട്ടുകൊണ്ടിരുന്നു. ഈ സമയത്ത് കൗരവ രാജകുമാരന്മാരെല്ലാവരും കൂടെ ചേർന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ ഗ്രൂപ്പിൽ മറ്റുള്ള യോദ്ധാക്കളും കൂടെ വന്നിട്ട് അവരുടെ തലവനായിട്ട് ദുശാസനനെ നിർത്തി. എന്നിട്ട് ഇവർ സാത്വികിയെ ആക്രമിക്കാനായിട്ട് പോയി. അർജുനൻ്റെ സന്തോഷത്തിന് വേണ്ടി ഈ വരുന്ന ആളുകളെ കണ്ട സാത്വികി അങ്ങോട്ട് കയറി അവരെ ആക്രമിച്ച് അവരുമായി ഗംഭീരമായൊരു പോരാട്ടം അരങ്ങേറി. ദുശാസനനൊക്കെ ആയിട്ട് പോരാടി. ഈ സമയത്ത് 50 രാജകുമാരന്മാരെ സാത്വികി ഒറ്റയ്ക്ക് നിന്ന് അവിടെ തോപ്പിച്ചു. എന്നിട്ട് ത്രിഗർധരെയും സുരസേനന്മാരെയും ഒക്കെ സാത്വികി ആക്രമിച്ച് അവരുടെ ആക്രമണങ്ങളെല്ലാം ചേർത്ത് നിന്നതിന് ശേഷം കലിംഗരെ കയറി ആക്രമിച്ചു. പക്ഷേ സാത്വികി ഇത്രയും പോരാട്ടമൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ, ആയിച്ച് ക്ഷീണിച്ചാണ് വരുന്നത്. ഫുള്ള് ടയേർഡായി, ക്ഷീണിച്ചു, നല്ലപോലെ തളർന്നൊരവസ്ഥയിലെത്തി സാത്വികിയുടെ കുതിരകളും അതായി, എല്ലാം നല്ലപോലെ തളർന്നു. സാത്വികി ഇങ്ങനെ പിടിച്ചൊക്കെ നിൽക്കുക. അപ്പോൾ ഇത് കണ്ടുടനെ കൃഷ്ണൻ സന്തോഷിച്ച് അർജുനൻ്റെ അടുത്ത് പറഞ്ഞു, പാർത്താ കണ്ടില്ലേ, സാത്വികി വരുന്നു. എന്നിട്ട് സാത്വികി ചെയ്ത കാര്യങ്ങളെല്ലാം ഒരു വലിയ പാരഗ്രാഫിൽ അങ്ങ് പറയും. അത് ചെയ്ത് സാത്വികി എത്തി, ഇത് ചെയ്ത സാത്വികി എത്തി. എന്നിട്ട് പറഞ്ഞു, നിൻ്റെ കൂട്ടുകാരനും നിൻ്റെ ശിഷ്യനുമായിട്ടുള്ള സാത്വികി നിന്നെ തേടി എത്തിയണ്ടോ, നീ സന്തോഷിച്ചില്ലേ എന്ന് ചോദിച്ചു. പക്ഷെ ഇത് കേട്ടിട്ട് അർജുനൻ ഒരു സന്തോഷം ഉണ്ടായില്ല. അർജുനൻ ഗൗരവഭാവത്തിൽ പറഞ്ഞു, കൃഷ്ണ, ഞാൻ ഇവനെ കണ്ടതിൽ അത്ര വലിയ ഹാപ്പി ഒന്നുമല്ല. കാരണം ഇവനെ ഞാൻ എന്ത് ഏൽപ്പിച്ചാണ് അവിടെ നിർത്തിയേക്കുന്നത്? എന്തായാലും ഇവന് വേറൊരു ആപത്തും പറ്റിയില്ലല്ലോ, അതിലെനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ ഇവനെ ഞാൻ എന്ത് ഏൽപ്പിച്ചാണ് അവിടെ നിർത്തിയിരുന്നേ? യുധിഷ്ഠിരനെ സംരക്ഷിക്കണമെന്നാണ്. ചേട്ടൻ ഇപ്പോൾ അവിടെ സേഫാണോ എനിക്കറിയത്തില്ല. സാത്വികി ഇവിടെ നിൽക്കുകയാണ്. സാത്വികി ഇല്ലാത്തപ്പോൾ ആരാ ചേട്ടനെ സംരക്ഷിക്കുന്നത്? ഞാനിതെല്ലാം ചെയ്തു കൂട്ടിയിട്ട് എൻ്റെ ചേട്ടൻ എന്തെങ്കിലും പറ്റിയാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ട് എന്ത് കാര്യം? ഇപ്പോൾ പിന്നെ അത് മാത്രമല്ലതോ, അവൻ്റെ അവസ്ഥ കണ്ടോ, അവൻ തളർന്നൊരു പരുവായിട്ടിരിക്കുകയാണ്. ഭൂരിസർവസ് അവനെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. സാത്വികി തളർന്നൊരവസ്ഥയിലിരിക്കുകയാണ്. ആയുധങ്ങളെല്ലാം ഒരു പരുവായിട്ടിരിക്കുകയാണ്. അവന് കൂട്ടിന് ആരുമില്ല. എന്നാൽ ഭൂരിശ്രവസനെ കണ്ടോ, അദ്ദേഹത്തിന് ഒരു ക്ഷീണവുമില്ല. അദ്ദേഹം ഇപ്പോഴാണെന്ന് പോരാടി തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ നല്ല എനർജിയിലാണ് ഭൂരിശ്രവസ് ഇരിക്കുന്നത്. ഭൂരിശ്രവസിൻ്റെ കൂടെ ഭൂരിശ്രവസനെ സഹായിക്കാനും ആളുകളുണ്ട്. അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടേ? ജയദ്രഥനെ വധിക്കണോ, സാത്വികയെ രക്ഷിക്കണോ, അതോ എൻ്റെ ചേട്ടൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തിയെന്ന് നോക്കുന്നോ? എനിക്കൊരു ആശയക്കുഴപ്പമാവുകയാണ് ചെയ്തേ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഇപ്പോൾ അറിയത്തില്ല എന്ന് അർജുനൻ പറഞ്ഞു. അങ്ങനെ ആ ഒരു യുദ്ധഭൂമിയിൽ സാത്വികയെ കണ്ടുടനെ ഭൂരിശ്രവസിന് ഭയങ്കര ദേഷ്യം ഉണ്ടായി. ദേഷ്യത്തോടു കൂടി ഭൂരിശ്രവസ് സാത്വികയുടെ മുന്നിൽ വന്നിട്ട് ഒരു വലിയ പാരഗ്രാഫിൽ കുറേ ഡയലോഗുകൾ പറയും. അതായത്, നിന്നെ ഞാൻ വീഴ്ത്തും എന്നുവെച്ചാൽ സാത്വികിയുടെ അടുത്തുള്ള ഭൂരിശ്രവസിൻ്റെ ശത്രുത, ഇവർ തമ്മിലുള്ള ശത്രുതയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമുക്ക് ഈ വീഡിയോ കഴിഞ്ഞിട്ട് സാത്വികയെക്കുറിച്ചൊരു ക്യാരക്ടർ അനാലിസിസ് എപ്പിസോഡ് ചെയ്യുമല്ലോ, അതിൽ എടുത്തു പറയാം. അപ്പോൾ ഇവർ ഇങ്ങനെ പരസ്പരം നല്ലതുപോലെ ദേഷ്യത്തിൽ സംസാരിക്കുന്നുണ്ട്. സംസാരിച്ചതിന് ശേഷം പറയും, ഇന്ന് ഞാൻ നിന്നെ വീഴ്ത്തിയിരിക്കും. അർജുനൻ നീ വീഴുമ്പോൾ ഏറ്റവും വലിയ ദുഃഖം അർജുനനുണ്ടാവും, ദുര്യോധനന് നല്ല സന്തോഷം ഉണ്ടാവും, ഞാനത് നേടിക്കൊടുത്തിരിക്കും, എൻ്റെ വീതി എന്തെന്ന് എല്ലാവരും കാണും എന്നൊക്കെ ഭൂരിശ്രവസ് പറയുന്നു. സാത്വികി തിരിച്ച് മറുപടി പറയും, അത്രയും കാലമായിട്ട് നീ ആഗ്രഹിച്ചൊരു പോരാട്ടമല്ലേ ഇപ്പോൾ വന്നേക്കുന്നേ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ, നമുക്ക് പോരാടാം, നീ വരുന്നിടത്ത് വെച്ച് കാണാടാ എന്ന് സാത്വികിയും തിരിച്ച് മറുപടി കൊടുത്തു. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ അവിടെ ഒരു പോരാട്ടം അങ്ങ് തുടങ്ങി. എന്ന് വെച്ചാൽ ചുറ്റിനും നിൽക്കുന്ന ആളുകൾ നിന്ന് കാണുന്ന രീതിക്കൊരു പോരാട്ടം. പരസ്പരം അങ്ങോട്ട് അസ്ത്രങ്ങൾ ചെയ്ത് മുറിപ്പെടുത്തുക. അസ്ത്രങ്ങൾ ചെയ്ത് മുറിപ്പെടുത്തി അവസാനം പരസ്പരം സാരഥികളെ വധിച്ചു,
പരസ്പരം വില്ലുമുറിച്ച് കളഞ്ഞു, പരസ്പരം രഥം നശിപ്പിച്ച് കളയുകയും ചെയ്തു. എന്നിട്ട് 2 എണ്ണം കൂടെ രഥത്തിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ട് സാത്വികി ഒരു വാള് ഊരി പരിചയം എടുത്ത് തന്നു. ഭൂരിശ്രവസും വാളും പരിചയം ഊരി ചെന്നു. എന്നിട്ട് ഇവർ 2 പേരും കൊണ്ട് വാളും പരിചയം കൊണ്ട് ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പരസ്പരം. ഈ ആക്രമണത്തിനിടയിൽ ഭൂരിശ്രവസിൻ്റെയും സാത്വികയുടെയും വാളുകൾ 2 മുടിഞ്ഞുപോയി, പരിചയങ്ങളും തമ്മിൽ തെറിച്ചുപോയി. എന്നിട്ട് ഇവർ 2 പേരും കൂടെ മുഷ്ടിയുദ്ധം തുടങ്ങി, ബോക്സിങ് തുടങ്ങി 2 പേരും. മുഷ്ടിയുദ്ധത്തിലെന്ന് പറയുമ്പോൾ 2 പേരും ഇടിച്ചിടിച്ചിടിച്ച് ക്ഷീണിക്കുക. ചുറ്റിനുമുള്ള ആളുകളിങ്ങനെ നോക്കി നിൽക്കുക. ഈ 2 യോദ്ധാക്കൾ, രാജാക്കന്മാർ, ശ്രേഷ്ഠന്മാർ ഇങ്ങനെ നിന്ന് പോരാടുന്നത് അത് കാണേണ്ട ഒരു കാഴ്ച തന്നെ എന്നും പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇടികൊണ്ട് സാത്വികി വീഴുന്നു, സാത്വികി എണീറ്റ് ഭൂരിശ്രവസിനെ ഇടിക്കുന്നു, ഭൂരിശ്രവസ് ഇടികൊണ്ട് വീഴുന്നു, ചാടി എണീക്കുന്നു. അങ്ങനെ കയ്യാങ്കളി അവസാനം. ഇത് കണ്ടിട്ട് കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, പാർത്ഥ, നീ ഇത് കാണുന്നില്ലേ? നിന്നെ പിന്തുടർന്നാണ് ഈ വ്യൂഹത്തിനുള്ളിലേക്ക് സാത്വികി കയറി വന്നത്. ആ സാത്വികി ഭൂരിശ്രവസുമായി പോരാടിക്കൊണ്ടിരിക്കുന്നു. സാത്വികിക്ക് ഇപ്പോൾ രഥമില്ല. നോക്ക്, വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൻ നിലത്ത് വീണ് കിടക്കുകയാണ്. അവൻ നല്ലതുപോലെ ക്ഷീണിച്ച് വല്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നീ സാത്വികിയെ സംരക്ഷിച്ചേ പറ്റുള്ളൂ പാർത്ഥ എന്ന് ശ്രീകൃഷ്ണസ്വാമി പറഞ്ഞു. ഉടനെ അർജുനൻ ശ്രീകൃഷ്ണനോട് പറഞ്ഞു, മാധവ, അങ്ങ് പറഞ്ഞത് വളരെ സത്യം തന്നെയാണ്. കണ്ടില്ലേ, അവർ 2 പേരും കൂടെ പോരാടുന്നത് 2 സിംഹങ്ങൾ തമ്മിൽ പോരാടുന്നത് പോലെയുണ്ട് എന്ന് അർജുനൻ പറഞ്ഞു. ഈ സമയത്ത് ഇത് തന്നെയല്ലേടാ ഞാനും നിൻ്റെ അടുത്ത് പറഞ്ഞതെന്നുള്ള മട്ടിൽ കൃഷ്ണൻ അർജുനനെ തിരിഞ്ഞു നോക്കി. അങ്ങനെ ഈ സമയത്ത് അവർക്കിടയിൽ ഒരു വല്ലാത്തൊരു ശബ്ദം ഉണ്ടായി. എന്താ കാര്യം എന്നറിയോ? സാത്വികിയെ ഭൂരിശ്രവസ് തൂക്കി എന്ന് തറയിലടിച്ചു. പോരാട്ടത്തിൻ്റെ ഇടയിൽ ഭൂരിശ്രവസിൻ്റെ ആ ഒരു അടി കൊണ്ട് ഇത്രയും നേരത്തെ ആ ഒരു പോരാട്ടത്തിൻ്റെ എഫക്റ്റും ഭൂരിശ്രവസിൻ്റെ അടിയും കൂടെ ആയപ്പോഴത്തേക്കും സാത്വികി അനങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലായി. ഭൂരിശ്രവസ് പെട്ടെന്ന് തന്നെ പോയി ഒരു ഉടവാൾ കയ്യിലെടുത്തുകൊണ്ട് വന്നു. തൻ്റെ കയ്യിൽ ഒരു ഉടവാൾ ഇങ്ങനെ കയ്യിലെടുത്ത് ഭൂരിശ്രവസ് പതുക്കെ ഇങ്ങനെ അടുത്ത് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് സാത്വികിയുടെ അടുത്ത്. സാത്വികിയുടെ അടുത്ത് നല്ല ദേഷ്യമുണ്ട് ഭൂരിശ്രവസിന്. സാത്വികി പതുക്കെ ഇങ്ങനെ എണീക്കുന്നു. എണീച്ച സമയത്ത് ഭൂരിശ്രവസ് പെട്ടെന്ന് സാത്വികിയുടെ മുടിക്ക് കുത്തിയെന്ന് വിളിച്ചു. എന്നിട്ട് മുടിയിൽ പിടിച്ചുകൊണ്ട് അവിടെ വലിച്ചഴച്ചിട്ട് ആ മുടിയിലിങ്ങനെ കുത്തിപ്പിടിച്ചിട്ട് ഭൂരിശ്രവസ് സാത്വികിയുടെ നെഞ്ചത്തിങ്ങനെ ആഞ്ഞാഞ്ഞ് ചവിട്ടി. ഉടനെ തന്നെ വാസുദേവൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, പാർത്ഥ, നീ ഇത് കാണുന്നില്ലേ? അവൻ നിൻ്റെ ശിഷ്യനാണ്. സാത്വികി നിന്നെ പിന്തുടർന്നാണ് വ്യൂഹത്തിനുള്ളിലേക്ക് വന്നത്. ഇപ്പോഴോ അവനവിടെ തളർന്നു വീണ് കിടക്കുകയാണ്. ഭൂരിശ്രവസ് അവനെ ആക്രമിക്കുകയാണ്. ഭൂരിശ്രവസിന് മുന്നിൽ സാത്വികി എന്ന സൂര്യൻ ഇപ്പോൾ അണയുന്നതായിരിക്കും. എന്തെങ്കിലും നീ ചെയ്തേ മതിയാവുള്ളൂ. സാത്വികിയെ രക്ഷിക്കൂ എന്ന് പറഞ്ഞു. അർജുനൻ ആ സമയത്ത് മനസ്സിൽ വിചാരിച്ചത്, എന്തായാലും ഭൂരിശ്രവസ് സാത്വികിയെ വധിച്ചില്ലല്ലോ, മർദ്ദിക്കുന്നതല്ലേ ഉള്ളൂ എന്ന് ചിന്തിച്ചു. എന്നിട്ടുടനെ കൃഷ്ണനോട് പറഞ്ഞു, മാധവ, ഇന്നത്തെ ദിവസം ജയദ്രഥൻ മാത്രമാണ് എനിക്ക് ലക്ഷ്യം. മറ്റൊന്നിനും ഞാനൊരു പ്രാധാന്യവും കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ഞാൻ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഉടനെ തന്നെ അർജുനൻ്റെ ഞാണ് പിറക്കോട്ട് വലിക്കുന്ന ശബ്ദം എല്ലാവരും ശ്രദ്ധിച്ചായിരുന്നു. സാത്വികിയെ ഇങ്ങനെ മുടിക്ക് കുത്തിപ്പിടിച്ച് ഭൂരിശ്രവസ് തൻ്റെ വലത്തെ കയ്യിൽ വാളുമേന്തി ഇങ്ങനെ നിന്ന സമയത്ത് ഒരസ്ത്രം വന്ന് ഭൂരിശ്രവസിൻ്റെ വലത്തെ കൈ മുറിച്ചെടുത്തുകൊണ്ടങ്ങ് പോയി. അവിടെ ഗാന്ധീപത്തിൻ്റെ ഞാണൊലിയും കേട്ടു. എല്ലാവരും ഒരു അത്ഭുതത്തോടു കൂടി തിരിഞ്ഞു നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി അർജുനനയച്ച അസ്ത്രമാണ് ഭൂരിശ്രവസിൻ്റെ വലത്തെ കൈ മുറിച്ചെടുത്തതെന്ന്. വാളോടുകൂടി ആ കൈ അവിടെ തെറിച്ച് വീണത് കണ്ടപ്പോൾ എല്ലാവരും കൃഷ്ണാർജുനന്മാരെ ഇങ്ങനെ കുറ്റം പറഞ്ഞു തുടങ്ങി. ഉടനെ തന്നെ ഭൂരിശ്രവസ് അലറി വിളിച്ചുകൊണ്ട് അർജുനനോട് ചോദിച്ചു, ഗാന്ധീവധാരിയായ അർജുന, ഇതാണോ നിൻ്റെ ധർമ്മം? എൻ്റെ കൺവെട്ടത്ത് നിൽക്കാതെ മറ്റൊരു ഭാഗത്ത് നിന്ന് അസ്ത്രം ഇത് നീ എൻ്റെ കൈ എടുത്തേക്കുന്നു അല്ലേ? നീ ധർമ്മപുത്രരോട് എന്തു പോയി പറയൂടാ? ഒരു സ്ഥലത്ത് നിന്ന് പോരാടിക്കൊണ്ടിരുന്ന ഭൂരിശ്രവസിനെ ഞാൻ മറഞ്ഞിരുന്ന് ആക്രമിച്ചവൻ്റെ കൈ ഉറിച്ചു കളഞ്ഞു എന്ന് പറയുമോ? ഇതാണോ നിൻ്റെ ധർമ്മം? ധർമ്മം ആചരിക്കുന്നവരിലേക്ക് വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായി ധർമ്മം ആചരിക്കുന്നവനല്ലേ നീ? നീ ഇപ്പോൾ ഇതെന്തുകൊണ്ട് ചെയ്തു? എനിക്ക് ഉറപ്പാണ് വാസുദേവൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ട് തന്നെയാണ് നീ ഹീനമായ പ്രവൃത്തി ചെയ്തിരിക്കുന്നത് അർജുന. ഇത് വളരെ മോശമായി പോയി അർജുന എന്ന് പറഞ്ഞിട്ട് ഭൂരിശ്രവസ് പിന്നെ കൂടുതൽ സംസാരിക്കാനൊന്നും നിന്നില്ല. വിഷമമായി. ഭൂരിശ്രവസ് ഉടനെ തന്നെ തൻ്റെ ഇടത്തെ കൈ കൊണ്ട് അസ്ത്രങ്ങൾ കൊണ്ടൊരു മെത്ത ഭൂമിയിൽ തയ്യാറാക്കി. അസ്ത്രങ്ങളിങ്ങനെ വിരിച്ചിട്ടു അവിടെ. എന്നിട്ട് ഭൂരിശ്രവസ് ഇനി ഭക്ഷണം ജലപാനം തൊടത്തില്ല എന്ന തീരുമാനം എടുത്തിട്ട് അവിടെ ഇരുന്ന് ഉപനിഷത്തുക്കളെ മനസ്സിലിങ്ങനെ കണ്ട് ധ്യാനിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. ഭൂരിശ്രവസ് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടുടനെ എല്ലാവരും അർജുനനെയും കൃഷ്ണനെയും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു, ചെയ്തത് തെറ്റാണെന്നുള്ള രീതിക്ക്. അർജുനൻ പതുക്കെ എല്ലാവരോടും പറഞ്ഞു, എല്ലാ ക്ഷത്രിയർക്കും അറിയാവുന്നതാണ് ഞാനെടുത്ത സത്യപ്രതിജ്ഞ. എൻ്റെ അസ്ത്രങ്ങളുടെ റേഞ്ചിനുള്ളിൽ നിൽക്കുന്ന ഒരൊറ്റ വ്യക്തി പോലും എൻ്റെ കൂടെയുള്ള ഒരാളെ വധിക്കത്തില്ല എന്നൊരു സത്യപ്രതിജ്ഞ ഞാൻ എടുത്തിട്ടുണ്ട്. എൻ്റെ സത്യപ്രതിജ്ഞ പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്തത്. ഇതിലെവിടെയാണ് അധർമ്മം?
അല്ലയോ ഭൂരിശ്രവസേ, അങ്ങ് അധർമ്മത്തെക്കുറിച്ച് സംസാരിച്ചല്ലോ. നിരായുധനായ എൻ്റെ മോൻ ഒരു കുട്ടിയല്ലായിരുന്നോ? ചക്രവ്യൂഹത്തിനുള്ളിൽ കയറിയപ്പോൾ അവൻ്റെയിലും രഥവും ആയുധമൊന്നും ഇല്ലായിരുന്നല്ലോ. വളഞ്ഞിട്ടെല്ലാവരും ആക്രമിച്ചില്ലേ? എവിടെയായിരുന്നു ധർമ്മം എന്നിങ്ങനെ അർജുനൻ ചോദിച്ചു. അത് കേട്ടപ്പോഴത്തേക്കും ഭൂരിശ്രവസിന് വിഷമമായി. ഭൂരിശ്രവസ് അത് കേട്ടിങ്ങനെ തല താഴ്ത്തി. എന്നിട്ട് ഭൂരിശ്രവസ് തൻ്റെ തല കൊണ്ട് ഭൂമിയിലിങ്ങനെ വന്നിച്ചതിന് ശേഷം വീണ്ടും അവിടെ തന്നെ ഇരുന്നു. എന്നിട്ട് ഭൂരിശ്രവസിനോട് അർജുനൻ പറഞ്ഞു, യുധിഷ്ഠിരനോടും ഭീമസേനോടും നകുല സഹദേവന്മാരോടുമുള്ള എനിക്ക് ഉള്ള സ്നേഹം തന്നെയാണ് ഭൂരിശ്രവസ് എനിക്ക് അങ്ങയോടുമുള്ളത്. അങ്ങ് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തു. ഇനി അങ്ങ് സ്വർഗത്തിലേക്ക് യാത്ര ചെയ്താലും എന്ന് ബഹുമാനത്തോടെ അർജുനൻ പറഞ്ഞു. അങ്ങനെ ഭൂരിശ്രവസ് ഒന്നും മിണ്ടാതെ അവിടെ ഇരുന്ന സമയത്ത് അവിടെ സാത്വികി പതുക്കെ നിലത്തുനിന്ന് എണീച്ചു. എണീച്ചതിന് ശേഷം സാത്വികി പതുക്കെ ഭൂരിശ്രവസിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുന്നു. നടന്നു വന്ന സാത്വികി നിലത്ത് കിടന്ന വാളിങ്ങനെ കയ്യിലെടുത്ത് ആ വാളിങ്ങനെ വലിച്ചയച്ചുകൊണ്ട് ഭൂരിശ്രവസിൻ്റെ അടുത്തോട്ട് വന്നു. ഭൂരിശ്രവസിൻ്റെ ശിരസ് ഛേദിക്കാനാണ് വരുന്നത്. ആയുധമില്ല, നിലത്തിരിക്കുകയാണ്, ധ്യാനിക്കുകയാണ്, ആയുധം പരിധിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അവിടെ ഉറക്കെ പറഞ്ഞു, സാത്വികി ഭൂരിശ്രവസിനെ വധിക്കരുത് എന്ന് പറഞ്ഞു. കൃഷ്ണാർജുനന്മാർ സാത്വികി അത് ചെയ്യുന്നതിൽ നിന്ന് വിലക്കി. ഭീമസേനൻ സാത്വികി അത് ചെയ്യുന്നതിൽ നിന്ന് വിലക്കി. അതുപോലെ തന്നെ ഉത്തമൗജനും യുധാമന്യവും, അതായത് രഥചക്രം സംരക്ഷിക്കുന്ന പാഞ്ചാലന്മാർ, അവർ രണ്ടുപേരും സാത്വികിയെ വിലക്കി. മാത്രമല്ല അശ്വത്ഥാമാവ്, കൃപാചാര്യർ, കർണൻ, വൃഷസേനൻ, ജയദ്രഥൻ ഇവരെല്ലാവരും സാത്വികിയോട് പറഞ്ഞു, സാത്വികി ചെയ്യരുത്, ചെയ്യാൻ പോണത് തെറ്റാണെന്ന് പറഞ്ഞു. സാത്വികി അതൊന്നും ചെവിക്കൊള്ളാതെ പതുക്കെ നടന്നു നിന്ന് ഒരൊറ്റ വെട്ട് ഭൂരിശ്രവസിൻ്റെ ശിരസ് ഛേദിച്ചെന്ന് നിലത്തിട്ടു. എന്നിട്ട് വാളവിടെ ഇട്ടിട്ട് സാത്വികി ചുറ്റിനും ഇങ്ങനെ നോക്കി. ആരൊന്നും മിണ്ടുന്നില്ല. എന്നിട്ട് ഉടനെ സാത്വികി ഉറക്കെ വിളിച്ച് ചോദിച്ചു, ധർമ്മം, ധർമ്മം അല്ലേ? ധർമ്മത്തെക്കുറിച്ചല്ലേ നിങ്ങളെല്ലാവരും സംസാരിക്കുന്നത്? നിങ്ങളാരും ധർമ്മിഷ്ഠരല്ല, ധർമ്മത്തിൻ്റെ ചട്ടയണിഞ്ഞ് നടക്കുന്നവന്മാരാ. ഇന്നലെ ഒരു ബാലൻ, ആ ബാലൻ ഒറ്റയ്ക്ക് ചക്രവ്യൂഹത്തിനകത്ത് കയറി വന്നപ്പോൾ അവനും നിരായുധനായി, അവനും രഥമില്ലായിരുന്നു. വളഞ്ഞിട്ട് അവനെ ആക്രമിച്ച് വീഴ്ത്തിയപ്പോൾ എവിടെ പോയിരുന്നു നിൻ്റെയൊക്കെ ധർമ്മം? അന്നില്ലാത്ത ധർമ്മം ഇപ്പം ആരും സംസാരിക്കേണ്ട കാര്യമില്ല. പണ്ടൊരു പോരാട്ടത്തിൽ ഞാനും ഒരു സത്യപ്രതിജ്ഞ എടുത്തിട്ടുണ്ടായിരുന്നു, യുദ്ധഭൂമിയിൽ എന്നെ വലിച്ചുയർത്തി ചവിട്ടുന്നവനെ ഞാൻ ജീവനോടെ വിടത്തില്ല എന്ന്. എൻ്റെ ഗുരുനാഥനായ അർജുനനും ഒരു ശപഥം ഉണ്ടായിരുന്നു. ആ ശപഥം അദ്ദേഹം പാലിച്ചു. എൻ്റെ ശപഥം ഞാൻ പാലിച്ചു. കൂടുതൽ ധർമ്മത്തിനെക്കുറിച്ച് ഇവിടെ ഒരുത്തനും സംസാരിക്കേണ്ട എന്ന് സാത്വികി പറഞ്ഞു. അതായത് അഭിമന്യുവിൻ്റെ മരണത്തോടുകൂടി ധർമ്മം വെച്ചുള്ള യുദ്ധം എല്ലായിടത്തും മടക്കി പെരപ്പുറത്ത് വെച്ചു എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി അതൊന്നുമില്ല, ഇനി തോന്നിയ പോലെ യുദ്ധം എന്നുള്ള അർത്ഥം തന്നെയാണ് സാത്വികി പറഞ്ഞത്. അങ്ങനെ ഇത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും സാത്വികി പറഞ്ഞത് കേട്ടിട്ട് ആരും മിണ്ടിയില്ല. പക്ഷെ എല്ലാവരും മനസ്സുകൊണ്ട്, കൗരവരും അതെ പാണ്ഡവരും അതെ, മനസ്സുകൊണ്ട് ഭൂരിശ്രവസിനെ മനസ്സിൽ വന്നിച്ചുകൊണ്ടിരുന്നു. കാരണം അത്രയും നല്ലൊരു മനുഷ്യനായിരുന്നു ഭൂരിശ്രവസ്. അത്രയും ശ്രേഷ്ഠനായിട്ടുള്ളൊരു യോദ്ധാവായിരുന്നു. മുൻനിര യോദ്ധാക്കൾ വീഴുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു ബഹുമാനം അത് ഭൂരിശ്രവസും അർഹിക്കുന്നുണ്ട്. ഈ സമയത്തുണ്ടല്ലോ സഞ്ജയൻ സാത്വികിയുടെയും ഭൂരിശ്രവസിൻ്റെയും എല്ലാം ഒറിജിൻ സ്റ്റോറി, ഇവർക്ക് തമ്മിലുള്ള ശത്രുത, അതിനെക്കുറിച്ചൊക്കെയുള്ള കഥ പറയുന്നുണ്ട്. അത് നമുക്ക് സാത്വികിയെക്കുറിച്ച് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, ക്യാരക്ടർ അനാലിസിസ്, അതിൽ നമുക്ക് പറയാം കേട്ടോ ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ അങ്ങനെ ഭൂരിശ്രവസ് അവിടെ വീണു. എല്ലാവരും ഭൂരിശ്രവസിനെ ഇങ്ങനെ ബഹുമാനിച്ച് നോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൃഷ്ണൻ പെട്ടെന്ന് അർജുനൻ്റെ രഥം ഒന്ന് തിരിച്ചു. കൃഷ്ണൻ പെട്ടെന്ന് രഥവും ഓടിച്ചു തുടങ്ങി. കാരണം എല്ലാവരും മതി പറഞ്ഞു നിൽക്കുന്നു. കൃഷ്ണൻ അറിയാം സൂര്യാസ്തമയം മറ്റേ പുള്ളിക്കാരനെ തീർക്കണമല്ലോ. അങ്ങനെ രഥമെടുത്തിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് അർജുനൻ പെട്ടെന്ന് കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ സൂര്യാസ്തമയത്തിന് മുൻപ് തന്നെ എനിക്ക് ജയദ്രഥനെ വധിക്കണം, അതിനായിട്ട് അങ്ങ് രഥം തെളിച്ചാലും എന്ന് പറഞ്ഞു. അപ്പം കൃഷ്ണൻ അതിവേഗത്തിൽ ഇങ്ങനെ രഥം തെളിച്ച് പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് അർജുനൻ ചുറ്റിനുമുള്ള ആളുകൾക്ക് എല്ലാവർക്കും നേരെ അസ്ത്രങ്ങൾ എയ്യുന്നു. അവിടെ ഒത്തുകൂടിയ ജയദ്രഥനെ സംരക്ഷിക്കാൻ ഒത്തുകൂടിയ ഗജങ്ങളെയും കുതിരകളെയും ഒക്കെ അർജുനൻ വീഴ്ത്തിക്കൊണ്ടാണ് പോകുന്നത്. അവിടെ യോദ്ധാക്കളുടെ ശിരസ്സുകളും ആയുധങ്ങളും പടച്ചട്ടകളും കുടകളും കൊടികളും എല്ലാം ഇങ്ങനെ അർജുനൻ പോകുന്ന വഴിക്ക് തെറിച്ചാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഈ സമയത്ത് ദുര്യോധനൻ പെട്ടെന്ന് തന്നെ കർണനോട് പറഞ്ഞു, അംഗരാജനായ കർണ, അങ്ങ് പോരാടേണ്ട സമയം വന്നിരിക്കുകയാണ്, അങ്ങയെക്കൊണ്ട് മാത്രമേ പറ്റുകയുള്ളൂ. എത്രയും പെട്ടെന്ന് പോയി ജയദ്രഥനെ സംരക്ഷിക്കുക. എങ്ങാനും ഇന്ന് സൂര്യാസ്തമയത്തിന് മുൻപ് അവനവിടെ എത്താൻ പറ്റിയില്ലെങ്കിൽ ഇന്നത്തോടുകൂടി അവൻ്റെ ഹല്യം ഒന്ന് തീർന്നു കിട്ടിക്കൊള്ളൂ. അങ്ങ് വിചാരിച്ചാലേ നടക്കത്തുള്ളൂ. അങ്ങനെ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. പെട്ടെന്ന് ചെന്ന് ജയദ്രഥനെ സംരക്ഷിച്ചാലും ശല്യരുണ്ട്, കൃപാചാര്യരുണ്ട്, അശ്വത്ഥാമാവുണ്ട്, എല്ലാവരും കൂടെ സംരക്ഷിച്ചാലും എനിക്ക് അങ്ങിൽ പൂർണ്ണ വിശ്വാസമാണ്. അങ്ങൊരു മതിലുപോലെ അവിടെ നിന്നാൽ അർജുനൻ ഒരിക്കലും അങ്ങയെ കടന്നു പോകാൻ പറ്റത്തില്ല. എനിക്കതിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു. കർണൻ അതിന് മറുപടി പറഞ്ഞു, മഹാനായ ദുര്യോധന മിത്രമേ, അങ്ങൻ്റെ ശരീരം കണ്ടോ? ഭീമനുമായിട്ടുള്ള ഏറ്റുമുട്ടൽ അത്രയും ഗംഭീരമായിട്ടുള്ള ഒന്നായിരുന്നു. ഭീമനുണ്ടല്ലോ,
ഉന്നം വെച്ചാൽ ഉന്നം പിഴയ്ക്കാത്ത രീതിക്ക് അസ്ത്രം ചെയ്യാൻ അറിയുന്നവൻ തന്നെയാണ്. അവനുമായിട്ടുള്ള പോരാട്ടത്തിൽ എൻ്റെ ദേഹം നല്ലതുപോലെ മുറിഞ്ഞിട്ടുണ്ട്. എൻ്റെ കൈകാലുകളിൽ ഒരു ഭാഗം പോലുമില്ല അസ്ത്രം കൊണ്ട് മുറിവേൽക്കാത്തതായിട്ട്. അത്രത്തോളം രക്തം വാർന്നു പോയിട്ടുണ്ട് ഭീമനുമായിട്ട് പോരാടിയപ്പോൾ. പക്ഷെ എന്നിരുന്നാലും കുഴപ്പമില്ല, എൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്യാൻ പറ്റുന്ന എല്ലാം ഞാൻ ചെയ്തിരിക്കും. അർജുനനെ അങ്ങോട്ട് കടത്തി വിടാതിരിക്കാൻ എന്നാൽ ചെയ്യാൻ കഴിയുന്ന എല്ലാം ഞാൻ ചെയ്തിരിക്കും. അങ്ങ് ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്ന് കർണൻ പറഞ്ഞു. അങ്ങനെ കർണനും ദുര്യോധനനും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അർജുനൻ സൈന്യത്തിൻ്റെ ഒരു ഭാഗത്ത് അസ്ത്രമേത് അവരെ തൊലച്ച് കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടുടനെ തന്നെ കർണനും മറ്റാളുകളുമെല്ലാം അർജുനനെ ലക്ഷ്യമാക്കി അങ്ങോട്ട് പോയി. അപ്പോൾ അർജുനൻ ഇങ്ങനെ കയറിപ്പോകുന്നത് കണ്ടുടനെ ദുര്യോധനൻ, കർണൻ, വൃഷസേനൻ, അശ്വത്ഥാമാവ്, ജയദ്രഥൻ, ശല്യർ ഇവർക്ക് എല്ലാവർക്കും ദേഷ്യം വന്ന് ഇവരെല്ലാവരും അർജുനനെ ആക്രമിക്കാനായി ഒരുങ്ങി. ഇവർ പല ആയുധങ്ങൾ അർജുനന് നേരെ അയച്ചു. ആ ആയുധങ്ങളെല്ലാം അർജുനൻ തകർത്ത് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് അശ്വത്ഥാമാവും കൃപാചാര്യരും അർജുനൻ്റെ മുന്നിലേക്ക് കയറി വന്ന് അർജുനന് നേരെ ശരവർഷം നടത്തി. മാത്രമല്ല മറ്റുള്ള യോദ്ധാക്കളും അർജുനന് നേരെ അസ്ത്രങ്ങൾ അയക്കാൻ ഒരുങ്ങി. എന്നിട്ട് അർജുനൻ തൻ്റെ എതിരെ വന്ന് നിൽക്കുന്ന കൗരവശ്രേഷ്ഠന്മാർ ദുര്യോധനൻ, വൃഷസേനൻ, കർണൻ, അശ്വത്ഥാമാവ്, കൃപാചാര്യർ ഇവർക്കെല്ലാവർക്കും നേരെ ഒന്നിലേറെ ശരങ്ങൾ അയച്ചു എന്നാണ് പറഞ്ഞത്. അശ്വത്ഥാമാവിന് നേരെ മാത്രം 25 ശരങ്ങൾ അയച്ചു. അങ്ങനെ അവരെയൊക്കെ അസ്ത്രങ്ങൾ കൊണ്ട് പ്രഹരിച്ച് അർജുനൻ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഇവരെല്ലാവരും ദിവ്യമായിട്ടുള്ള ആയുധങ്ങളും ശക്തമായിട്ടുള്ള ആയുധങ്ങളുടെ പ്രയോഗമെല്ലാം നടത്തുന്നു. അർജുനൻ അതിനെയൊന്നും വകവയ്ക്കാതെ അതിനെല്ലാം തടഞ്ഞിങ്ങനെ മുന്നോട്ട് കയറി പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് അംഗരാജൻ കർണൻ അർജുനൻ്റെ വഴിമുടക്കി മുന്നിൽ കയറി നിന്നു. എന്നിട്ട് അർജുനനും കർണനും തമ്മിൽ പോരാടാൻ തുടങ്ങി. കർണൻ അർജുനൻ്റെ വഴിമുടക്കി കയറി നിന്നുടനെ തന്നെ അർജുനന് സഹിച്ചില്ല. അർജുനന് എണ്ണാൻ പറ്റാത്ത രീതിക്ക് അസ്ത്രങ്ങൾ കർണന് നേരെ അയച്ചു. കർണൻ ഇങ്ങനെ വഴിമുടക്കി നിൽക്കുന്നത് കണ്ടുടനെ സാത്വികിയും കർണനെ ആക്രമിച്ചു, ഭീമനും കർണനെ ആക്രമിച്ചു. പക്ഷേ കർണൻ അവിടെ നിന്ന് ഒരു കടുകുമണി ദൂരം പോലും മാറാതെ അവിടെ ഒറ്റ നിൽപ്പ് നിന്നുകൊണ്ട് ഈ 3 പേരുമായിട്ട് പോരാടിക്കൊണ്ടിരുന്നു. ഈ പോരാട്ടത്തിൽ അർജുനൻ കർണന് നേരെ ഒരുപാട് അസ്ത്രങ്ങൾ അയച്ച് മർമ്മം പിളർന്നു. അങ്ങനെ കർണൻ്റെ ഈ ഒരു കൈവഴക്കം അർജുനന് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായപ്പോഴത്തേക്കും അർജുനൻ അസ്ത്രം ഏതുകൊണ്ട് കർണൻ്റെ വില്ലു മുറിച്ചു. എന്നിട്ട് കർണനെ വധിക്കണമെന്നൊരൊറ്റ ഉദ്ദേശത്തോടു കൂടി ഒരു അസ്ത്രം അർജുനൻ കർണന് നേരെ അയച്ചു. സൂര്യനെപ്പോലെ തിളങ്ങുന്ന ഒരു അസ്ത്രം കർണന് നേരെ അയച്ചു. ആ അസ്ത്രം കർണനെ ലക്ഷ്യമാക്കി ഇങ്ങനെ വന്ന സമയത്ത് മറ്റൊരു ദിശയിൽ നിന്ന് അർദ്ധചന്ദ്ര രൂപത്തിലുള്ള അസ്ത്രം വന്നിട്ട് അർജുനൻ അയച്ച അസ്ത്രത്തെ മുറിച്ചു കളഞ്ഞു. തിരിഞ്ഞു നോക്കിയപ്പോൾ ആരാണ്? അശ്വത്ഥാമാവ്. അശ്വത്ഥാമാവ് കർണനെ അർജുനൻ്റെ കയ്യിൽ നിന്ന് വീണ്ടും രക്ഷിച്ചു. ഈ സമയത്ത് വീണ്ടും കർണൻ മറ്റൊരു വില്ലെടുത്തു. എന്നിട്ട് തൻ്റെ ശത്രുവിനെ വധിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി കർണൻ അങ്ങോട്ടേക്ക് അസ്ത്രങ്ങൾ അയക്കുന്നു. എന്നിട്ട് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച കർണനും അർജുനനും കൂടെ അവിടെ തീർത്തു. പരസ്പരം ഇവർ അസ്ത്രം ചെയ്ത് ഇവരുടെ അസ്ത്രങ്ങൾ ആകാശം ഒന്ന് നിറച്ചു. ഇവരുടെ അസ്ത്രങ്ങൾ പരസ്പരം ആകാശത്തിൽ ഇങ്ങനെ കൂട്ടിമുട്ടിയപ്പോഴത്തേക്കും ആകാശം മുഴുവനും ഇരുണ്ട നിറത്തിലുമായി. ഈ അസ്ത്രങ്ങൾ കൂട്ടിമുട്ടി അവിടെ തീപ്പൊരികൾ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ ഇവർ അസ്ത്രങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. ആ അത്ഭുതകരമായ കാഴ്ച കണ്ടുടനെ അവിടെ പോരാടിക്കൊണ്ടിരുന്ന മറ്റ് യോദ്ധാക്കളെല്ലാവരും ഇത് കണ്ടങ്ങ് നിന്നു. ഈ യുദ്ധം കണ്ടുകൊണ്ട് നിന്നിരുന്ന മറ്റുള്ള ദൈവികമായിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരിവർ 2 പേരുടെയും കഴിവിനെ പുകഴ്ത്തി. കാരണം അങ്ങനെയായിരുന്നു ഇവർ 2 പേരും ആകാശത്തിൽ അസ്ത്രങ്ങൾ കൊണ്ട് നിറച്ചതെന്നാണ് പറയുന്നത്. ഈ സമയത്ത് ഈ ദുര്യോധനൻ ഉടനെ തന്നെ വൈകർത്തനൻ കർണനെ സംരക്ഷിക്കുവാനായിട്ട് മറ്റുള്ളവരുടെ അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു. കർണനെ പോയി സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരോടും പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരും കർണനെ സപ്പോർട്ട് ചെയ്യാൻ അങ്ങോട്ടേക്ക് പോയി. ഈ ഒരു പോരാട്ടത്തിൽ കർണൻ്റെ വീര്യം കണ്ട അർജുനൻ്റെ ക്രോധം അധികരിച്ചു വന്നു. എന്നിട്ട് അർജുനൻ ദേഷ്യത്തോടു കൂടി തൻ്റെ ചെവിയോളം വലിച്ചൊരു അസ്ത്രം ചെയ്തുകൊണ്ട് കർണൻ്റെ കുതിരകളെ വധിച്ചു. എന്നിട്ട് അസ്ത്രം ചെയ്ത് കർണൻ്റെ സാരഥിയെ ഈ രഥത്തിൽ നിന്ന് നിലത്തേക്ക് വീഴ്ത്തി. എന്നിട്ട് ദുര്യോധനൻ നോക്കി നിൽക്കവേ കർണനെ അസ്ത്രങ്ങൾ കൊണ്ടങ്ങ് മൂടി. ഈ ഒരു പ്രഹരത്തിൽ കർണൻ എന്തോ ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. കാരണം സാരഥി വീണു, കുതിരകളും വീണു. ഇനി കർണൻ എന്തോ ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയായിപ്പോയി. ഈ സമയത്ത് അശ്വത്ഥാമാവ് അവിടെ പാഞ്ഞെത്തി. അശ്വത്ഥാമാവും അർജുനനും തമ്മിലൊരു പോരാട്ടം. അവിടെ നിന്ന് പോയപ്പോൾ അശ്വത്ഥാമാവ് ആക്രമിച്ചുകൊണ്ട് നിൽക്കുന്നു. മറ്റൊരു ഭാഗത്തു നിന്ന് ശല്യർ വന്ന് കയറുന്നു. കൃപാചാര്യർ വന്നു കയറി അർജുനനെ ആക്രമിക്കുന്നു. വൃഷസേനൻ വന്ന് ആക്രമിക്കുന്നു. വൃഷസേനൻ അർജുനനെ ആക്രമിക്കുന്നു. അർജുനൻ വൃഷസേനനെ ആക്രമിക്കുന്നു. അങ്ങനെ പരസ്പരം അസ്ത്രങ്ങൾ എയ്തുകൊണ്ടിരിക്കുന്നു. അർജുനൻ ഒന്നിലേറെ അസ്ത്രങ്ങൾ എതിരെ നിൽക്കുന്ന ആളുകളെ ചെയ്യുന്നു. അവരെല്ലാവരും ഒരുമിച്ച് അസ്ത്രങ്ങൾ അർജുനന് നേരെ ചെയ്യുന്നു. അർജുനൻ്റെ രഥം ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് മറ്റുള്ളവരുടെ രഥം അർജുനൻ്റെ രഥത്തിനെ ഇങ്ങനെ ചുറ്റിക്കൊണ്ട് ആക്രമിച്ചു. ഇങ്ങനെ മുന്നോട്ട് പോവുക. അർജുനൻ തൻ്റെ കൈവഴക്കം കൊണ്ട് അസ്ത്രവിദ്യയിലെ പ്രാവീണ്യം കൊണ്ടും ചുറ്റിനും അസ്ത്രങ്ങൾ എയ്ത് ഈ രഥങ്ങളെയെല്ലാം ഭേദിച്ചു മുന്നോട്ട് കയറുന്നു. അർജുനൻ അസ്ത്രങ്ങൾ കൊണ്ടൊരു കൊടുങ്കാറ്റ് സൃഷ്ടിച്ച് അവിടെ എല്ലാവരെയും ആക്രമിച്ച് മുന്നോട്ട് കയറിയ ഒടുവിൽ ജയദ്രഥൻ്റെ മുന്നിലെത്തി. ഇവിടെ 2 വെർഷൻ പറയുന്നുണ്ട്. ബോറി ക്രിട്ടിക്കൽ എഡിഷൻ, അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് നമ്മുടെ റെഫറൻസ് മെറ്റീരിയൽ. ബോറി ക്രിട്ടിക്കൽ എഡിഷനിൽ കൃഷ്ണൻ സൂര്യനെ മറയ്ക്കുന്ന പരിപാടി ചെയ്യുന്നതായിട്ട് പറയുന്നില്ല. പക്ഷേ വിദ്വാൻ കെ പ്രകാശത്തിൻ്റെ ടെക്സ്റ്റിൽ
സൂര്യനെ കൃഷ്ണൻ മറയ്ക്കുന്നുണ്ട്. പക്ഷേ അവിടെ സുദർശനം വെച്ചല്ല മറയ്ക്കുന്നത്, കൃഷ്ണൻ്റെ യോഗശക്തി കൊണ്ട് സൂര്യനെ മറച്ചു എന്നാണ് വിദ്വാൻ കെ പ്രകാശത്തിൻ്റെ മലയാളം തർജ്ജിമയിൽ പറഞ്ഞേക്കുന്നത്. പക്ഷേ ബോറി ക്രിട്ടിക്കൽ എഡിഷൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ കൃഷ്ണൻ സൂര്യനെ മറയ്ക്കുന്നതായി പറയുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിനുശേഷം എപ്പോഴോ കൃഷ്ണനും അർജുനനും തമ്മിലുള്ളൊരു സംഭാഷണത്തിൽ എന്തോ കൃഷ്ണൻ പറയുന്നുണ്ട് അർജുനനോട്. അത് നമുക്ക് അവിടെ എത്തുമ്പോൾ നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ജയദ്രഥൻ്റെ മുന്നിൽ അർജുനൻ എത്തി. എല്ലാവരും ഓഹോ ഇനിയൊന്നും ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളൊരവസ്ഥയിലായി. അങ്ങനെ അർജുനനും ജയദ്രഥനും പോരാടി തുടങ്ങി. ഈ പോരാട്ടത്തിൽ ജയദ്രഥൻ കൃഷ്ണനെയും അർജുനനെയും ആക്രമിക്കുന്നുണ്ട്, ജയദ്രഥനെ തിരിച്ച് അർജുനൻ ആക്രമിക്കുന്നുണ്ട്. അങ്ങനെ ഈ പോരാട്ടം മുറുക്കെ പൊക്കൊണ്ടിരുന്ന സമയത്ത് ജയദ്രഥൻ അയച്ച അസ്ത്രങ്ങളിൽ 3 അസ്ത്രങ്ങൾ വന്ന് അർജുനൻ്റെ ഗാന്ധീവത്തിൽ തറച്ചു. 6 അസ്ത്രങ്ങൾ അർജുനൻ്റെ ദേഹത്തും കുറച്ച് അസ്ത്രങ്ങൾ കുതിരകളുടെ ദേഹത്തും തറച്ചു. ക്രോധം വന്ന അർജുനൻ ജയദ്രഥന് നേരെ ഒന്നിനു പിന്നാലെ ഒന്നായി അസ്ത്രങ്ങൾ അയച്ചു. അതിലൊരസ്ത്രം വന്നിട്ട് ജയദ്രഥൻ്റെ സാരഥിയുടെ തല തെറിപ്പിച്ചു. മറ്റൊരു അസ്ത്രം വന്നിട്ട് ജയദ്രഥൻ്റെ കൊടിയും മുറിച്ചിട്ടു. എല്ലാവരും നിശബ്ദരായി. കാരണം കൊടി മുറിച്ചിട്ടാൽ അതിൻ്റെ അർത്ഥം അടുത്തത് ഇവിടെ നിന്ന് പൊക്കോ ഇല്ലെങ്കിൽ നിന്നെ തീർക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. ഉടനെ തന്നെ കൃഷ്ണൻ അർജുനനോട് തിരിഞ്ഞിട്ട് പറഞ്ഞു, അർജുന ജയദ്രഥൻ്റെ തല തെറിപ്പിക്കേ. തല തെറിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. യവൻ ജനിച്ച സമയത്ത് ഒരു അശരീരി ഉണ്ടായിട്ടുണ്ട്. മഹാനായിട്ടുള്ള ഒരു ധനുർധാരി പോരാട്ടത്തിൽ ഇവൻ്റെ തല തെറിപ്പിക്കുമെന്ന്. അതുകൊണ്ട് അവൻ്റെ അച്ഛനുണ്ടല്ലോ, അവൻ്റെ അച്ഛൻ അവരൊരു വരദാനം കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം അവൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. എന്തെന്നാൽ ഏതെങ്കിലും ഒരു യോദ്ധാവ് ഇവൻ്റെ തല തെറിപ്പിച്ചാൽ ആ തല നിലത്ത് വീഴുമ്പോഴത്തേക്കും ആ തല 100 കഷ്ണങ്ങളായി പൊട്ടിത്തെറിക്കുമെന്ന്. അതായത് ഇവൻ്റെ ശിരസ് നിലത്ത് വീഴുമ്പോഴത്തേക്കും ഏതൊരുവൻ കാരണമാണോ ഇവൻ്റെ ശിരസ് നിലത്ത് വീണത് ആ നിലത്ത് വീഴ്ത്തിയവന് പണിയാകും എന്നർത്ഥം. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയുന്നത് കേട്ടുകൊള്ളുക. കുരുക്ഷേത്ര ഭൂമിക്ക് പുറത്ത് ജയദ്രഥൻ്റെ അച്ഛൻ പൃഥക്ഷത്രൻ അദ്ദേഹം ഇരുന്ന് തപസ് ചെയ്യുന്നുണ്ട്. നീ ജയദ്രഥൻ്റെ തലയെടുത്തതിന് ശേഷം ഏതെങ്കിലും ഒരു ദിവ്യാസ്ത്രം കൊണ്ട് ഇവൻ്റെ തല ആ തപസ് ചെയ്യുന്നവൻ്റെ അച്ഛൻ്റെ മടിയിലോട്ട് തന്നെ എഴുതി വീഴ്ത്തിക്കൊടു. തന്തയും മോനും രണ്ടും തീരട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ അർജുനൻ ഒരു അസ്ത്രമെടുത്ത് മന്ത്രജപം നടത്തിയിട്ട് ചെവിയോളം ആ അസ്ത്രം വലിച്ച് ജയദ്രഥന് നേരെ നെയ്തു. അടുത്ത ഗ്യാപ്പിൽ അർജുനൻ അടുത്ത അസ്ത്രമെടുത്ത് ഗാന്ധീവത്തിലിങ്ങനെ വെച്ച സമയത്ത് ജയദ്രഥൻ്റെ തലയങ്ങ് തെറിപ്പിച്ചു. ഈ സമയത്ത് പാണ്ഡവരുടെ മനസ്സിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അഭിമന്യുവിൻ്റെ മുഖം കാണാൻ കഴിഞ്ഞു. സുഭദ്രയുടെ മനസ്സ് തണുത്തു. ദ്രൗപദിയുടെ മുഖത്തൊരു ചിരിയുണ്ടായി. ഉടനെ തന്നെ അർജുനൻ അറുത്ത ജയദ്രഥൻ്റെ തലയിലേക്ക് ഒരു അസ്ത്രവും കൂടെ ആ അസ്ത്രം കൊണ്ട് ജയദ്രഥൻ്റെ തലയങ്ങ് എഴുതു പൊക്കി. ആ അസ്ത്രം ജയദ്രഥൻ്റെ തലയും എടുത്തുകൊണ്ട് നേരെ പോയി കുരുക്ഷേത്ര ഭൂമിക്ക് പുറത്തിരുന്ന് തപസ് ചെയ്യുന്ന ജയദ്രഥൻ്റെ പിതാവിൻ്റെ മടിയിൽ വീഴ്ത്തി. അത് മടിയിൽ നിന്ന് നിലത്ത് വീണു. ജയദ്രഥൻ്റെ ഫാദർ അവിടെ തീർന്നു. അങ്ങനെ ജയദ്രഥനെ അർജുനൻ വധിച്ചു. അർജുനൻ ജയദ്രഥനെ വധിച്ച കാര്യം കുരുക്ഷേത്ര ഭൂമി എങ്ങും അറിഞ്ഞു. കൗരവർക്കിടയിൽ വലിയൊരു ദുഃഖമുണ്ടായി, പാണ്ഡവർക്കിടയിൽ വലിയൊരു ആഘോഷവുമുണ്ടായി. ആ ഒരു പോർവറിയിൽ അവർ പോരാട്ടം തുടർന്നുകൊണ്ടേയിരുന്നു. ബാക്കി അടുത്ത എപ്പിസോഡിൽ നമ്മൾ രാത്രി യുദ്ധത്തിലോട്ടാണ് പറഞ്ഞു പോകാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ ജയദ്രഥവധം കഴിഞ്ഞു. ഊപ്പാട് വന്നുപോയി. അങ്ങനെ ജയദ്രഥവധം കഴിഞ്ഞു. ഇനി അടുത്ത രാത്രി യുദ്ധമാണ്. രാത്രി യുദ്ധത്തിൽ അശ്വത്ഥാമാവിൻ്റെയും കർണൻ്റെയും എല്ലാം ഇടിവിട്ട് പെർഫോമൻസ് വരുന്നുണ്ട്. കർണൻ ഘടോൽകജനെ വീഴ്ത്തുന്നൊക്കെയുണ്ട്. ഓക്കെ, അപ്പോൾ ഹാപ്പി ഓണം കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ അടുത്ത വീഡിയോ വരുന്നത്. ശരി, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നത് വരെ